ഗൈസ് ഇന്ന് ഞങ്ങൾ ഇപ്പച്ചിന്റെ ഷോപ്പ് തുറക്കാൻ പോവാണ്. ഫോണ് നന്നാക്കണ ഷോപ്പ്. അപ്പൊ ഞങ്ങൾ അതിലേക്ക് പോവാ. പാർട്ടി ഒന്നുമില്ല, ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ്. അപ്പൊ ഞങ്ങളിന്ന് നമ്മളെ ഷോപ്പിൽ ഇന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് പാർട്ടി ഉണ്ട്. പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് തേരയിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാജിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ല, ഇന്ന് ഞാൻ എന്തായാലും കാണിച്ചു തരും. ഇന്ന് ഞാൻ എന്തായാലും കാണിച്ചു തരും. അപ്പൊ ഞങ്ങൾ ഇപ്പച്ചിന്റെ പുതിയ ഷോപ്പിക്ക് പോവാണ്. അതിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ നൈറ്റ് പാർട്ടിക്ക് ഞങ്ങൾ പോവാണ്. അതിന്റെ ഗസ്റ്റ് ആണ് ഷാജിയാണ്. അപ്പൊ അതിന്റെ ഗസ്റ്റ് ഷാജിയാണ്. എല്ലാരും ആ വീഡിയോ ഫുള്ള് കാണണം. ഇന്ന് ഷാജിനെ കാണുന്നവരെ വീഡിയോ കാണണം. ചെങ്ങായിന്റെ തൂറ്റായി ആകെയുള്ളൊരു തൂറ്റായിയാണ്. കന്നഡ എന്തേ പോവാ വാശി മേടിച്ചു തരും. ലബൂബ് കണ്ടോ? ലബൂബ് പ്രേതാണ്. സൂപ്പർ മാർക്കറ്റ് നേരെ വിട്ടോ. സൂപ്പർ മാർക്കറ്റ് നേരെ സൂപ്പർ മാർക്കറ്റിക്കോ? അപ്പൊ ഹലോ ഗായ്സ്, നമ്മളിപ്പോ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുതിയ ഷോപ്പിന്റെ നമ്മുടെ പുതിയ ഷോപ്പിന്റെ ഒരു നൈറ്റ് പാർട്ടി ഉണ്ട്. നമുക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാജിദയാണ് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ഇന്നലെ ഉള്ള എയർപോർട്ടിൽ വന്നപ്പം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി കൊടുക്കാന്ന് വിചാരിച്ചുകൊണ്ട് വെച്ചതാണ് സംഭവങ്ങൾ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാജിദനെ എടുക്കണം, അവരുടെ റൂമിൽ പോയിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പാർട്ടിയിലോട്ട് നമ്മൾ ജോയിന്റ് ആവണം. ഒരുപാട് ആളുകളെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോസ് കാണുന്ന യൂട്യൂബിലുള്ള നിങ്ങൾക്കും എന്ത് ചെയ്യുക, ഫ്യൂച്ചറിൽ നമ്മുടെ ഷോപ്പിലോട്ട് വരാം. ഓക്കെ, ഇതെന്താ ഇങ്ങനെ ഇരിക്കണത്? ഇതെന്താ ഇങ്ങനെ ഇരിക്കണത്? എന്താണ് രസമുണ്ടോ ഇങ്ങനെ ഇരിക്കാൻ? ഷവർമാണോ? ലബൂബോ? ലബൂബ് തിന്നാൻ പറ്റൂല, കഴിക്കാനാ? ലബൂബ് പ്രേതാണ്. ഈ ലബൂബ് യൂട്യൂബിൽ വന്നാണ്ട് ഭയങ്കര പ്രേതത്തിന്റെ അല്ലേ. ഞാൻ മെനി ടൈംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് പ്രേതാണ്. തല്ലല്ലേ, മസിൽമ തല്ലല്ലേ. ഇപ്പച്ചിന്റെ കുട്ടീന്റെ കുറെ ടോയ്സ്, നൈനൂസിന് കുറെ ടോയ്സുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ടോയ്സ് ഒക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരിക്ക് എനിക്ക് 1-2 കമന്റ്സ് പിന്നെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. നൈനൂസിന്റെ ഡ്രസ്സുകൾ, അതുപോലെ തന്നെ നൈനൂസിന്റെ വിധുവിന്റെ ഒക്കെ കുറെ ഡ്രസ്സുകൾ, അതുപോലെ തന്നെ 1 ടൈം യൂസ് ചെയ്തിട്ടുള്ള കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പാക്ക് ചെയ്തുകൊണ്ട് അയൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണുണ്ട് എനിക്ക്. എന്താ ഏത് ഇഷ്ടമാർക്ക് ടോയ്സുകളില്ലേ അവിടെ? ആന മറ്റേത് മറിച്ചൊക്കെ പറഞ്ഞിട്ട് ലബൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം? ഭൂതല്ലേ? തൂറ്റായി ഇവിടെ ഉറപ്പിച്ചേക്ക്. അവിടെ ഉണ്ട് കേട്ടോ. എന്ത് ഇപ്പച്ചിന്റെ തൂറ്റായി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പച്ചിന്റെ തൂറ്റായി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉണ്ട്, അമർത്തി വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പച്ചിന്റെ വലിയ തൂറ്റായി ഉണ്ട്, ഇളകൂലല്ലോ. ഇത് അവിടെ നിന്നുണ്ട് സാജിദാത്താന്റെ മുന്നിൽ വെച്ചിട്ട് ഈ തൂറ്റായി കേസ് ഒന്ന് പറയുന്നിട്ടോ. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണേ. എന്ത് പറയും? ഷാജി വരില്ലേ? എന്തോ അങ്ങനെ ഒരു നെയിമാണ്. അത് വരുമ്പോ എവിടെ നിക്കും? എവിടെക്കും? എന്റെ അഞ്ചത്തും വെറുതെ എന്റെ തലിക്കാക്ക. ഗേൾഫ്രണ്ട് ആവാൻ പാടില്ലാത്തുള്ളൂ. ഗേൾഫ്രണ്ട് അല്ലടാ. കന്നഡ കന്നഡ ക്ലാസ് എവിടെ?
ഞാൻ മറ്റേ അത് വരക്കിച്ച് കാണിച്ചില്ലേ അത് ചെയ്താ നോക്കിട്ട് ചെയ്താ ഇങ്ങോട്ടോക്ക് അല്ലേ ഞങ്ങള് പറയാ ഷോപ്പ് അങ്ങോട്ട് തുറക്കുമ്പോണ്ടല്ലേ നല്ല പനി കേട്ടോ. ചുമ മരുന്ന് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ഡോക്ടർ പറഞ്ഞ ആ ബാക്കിൽ വെക്കണ മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞു. ഈ കുട്ടിയെങ്ങാനും ബാക്കിൽ വെക്കാൻ അയക്കണ്ടേ? നീ കെട്ടുകയാണെങ്കിൽ ഒരു തരത്തില് ഞാൻ പെണ്ണ് കെട്ടിയെ കൊന്നുകളയും. അപ്പൊ നാനൂസിനെ മാത്രം സ്നേഹിക്കുന്ന ഒരാൾ വന്നാല് എന്നാലും കൊല്ലുവോ? ഇപ്പച്ചി ജോലിക്ക് പോകുമ്പോണ്ടല്ലോ ഒരു അണ്ണൻ എന്താ ചീത്ത അറിയും. ഇപ്പച്ചി തിരിച്ചു വരുമ്പോ അണ്ണൻ ചീത്ത അറിയില്ല. അങ്ങനെയാണോ? സ്റ്റുപ്പിഡ് പെണ്ണ് വേണ്ട. നെപ്പച്ചിനെ നോക്കാനോ? എല്ലാരും പറയുന്നുണ്ട് സാജിദ സാജി സാജിദ സാജി. എന്നാ സാജിനോട് നോക്കിയാലോ? വേണ്ട. ഇപ്പച്ചി പെണ്ണിട്ടിയല്ല പ്രശ്നം. ഇപ്പച്ചി ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, സുന്ദരിയാണ്. അയാളാണ് സാജിദ സാജി. അയാൾ സാജിദ സാജി അല്ല. അയാളല്ല, ആ പെണ്ണാണ്. അത് സാജിദ സാജി. ആ ബ്യൂട്ടിഫുൾ പെണ്ണിനാണ് ആ കൊല്ലും, അതിനും കൊല്ലും. ഞാൻ പറഞ്ഞില്ല എല്ലാ പെണ്ണുങ്ങളും. അപ്പൊ ഗയ്സ് നൈനു പറഞ്ഞു, ഇപ്പച്ചി പറഞ്ഞു നല്ലോ പണിയില്ല. എന്താണ്? ഞാൻ മരുന്ന് കുടിക്കുന്ന സമയത്ത് മരുന്ന് കുടിക്കുന്ന സമയത്ത് ഞാൻ കുടിക്കില്ല. പിന്നെന്താ ചെയ്യാ? ഞാൻ കുടിക്കുമ്പോ ബാക്ക് കൊടുക്കും. ഇവള് ഞാൻ മരുന്നെടുത്ത് കൊടുക്കുവേ. മരുന്നെടുത്ത് കൊടുക്കുമ്പോ 36 എന്താ ചെയ്യണോ? ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇപ്പുറത്തോട്ട് ഞാൻ ഒഴിക്കുന്ന സമയത്ത് എന്റെ കണക്ക് തുള്ളി. കണക്കായോ? ഇപ്പൊ ട്രാഫിക് ആയതുകൊണ്ട് നമ്മള് നേരെ പോണത് ഷാജിന്റെ റൂമിലോട്ടാണ്. താമസിക്കുന്നത് അവിടെ. ഷാജിനെ അറിയാ? അതൊരു ദുർബല നിമിഷത്തിൽ അറിഞ്ഞതാണത്. പിന്നെ നിങ്ങൾക്ക് എന്താ പെണ്ണിന്റെ റൂം അറിയാം? കാരണം വെച്ചാൽ നമ്മള് ഇതുവരെയായിട്ടും പോയിട്ടില്ല. എങ്ങനെയാ പെണ്ണിനെ അറിയാ? നിങ്ങൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിക്കണോ എവിടെയെങ്കിലും ഷാജിനെ? അവളിപ്പോ ഇന്നലെ കണ്ടല്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി നിൽക്കുക. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ ഒന്നല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ വാ തുറക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ പിന്നെ മാന്യമായിട്ട് നോ താങ്ക്സ് നോ താങ്ക്സ്. എന്ത് പറയണത്? ഇല്ല, അവിടെ കൊറേ ഫ്രണ്ട്സുകളുണ്ടാവും ഉപ്പച്ചിന്റെ. നോക്കരുത്. ഞാൻ മൂട്ടിൽ നടക്കൊന്നുമില്ല, ഞാൻ അവിടെ ഇരിക്കുള്ളൂ. ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കാൻ പാടില്ല. നൈനുണ്ടപ്പം മാത്രം, അല്ലെങ്കിൽ ഞങ്ങളപ്പം. അതുള്ള നിങ്ങൾക്ക് പറ്റിയ വേറെ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് പോകരുത്. എന്താണ്? നമ്മൾ ഷോപ്പൊക്കെ പോവാണ്. നമ്മുടെ അടുത്തെല്ലാം മുട്ടായി എടുക്കാം. എന്താണ്? ഞാൻ ഇച്ച് പെണ്ണുങ്ങളൊന്നും വേണ്ട. അങ്ങനെ പെണ്ണുങ്ങൾ വേണമെങ്കിൽ എന്താ ഇപ്പച്ചിനെ കണ്ടിട്ടുണ്ടോ? ഇപ്പച്ചിനെ തോട്ടരുത്. ഇപ്പച്ചിന്റെ വീഡിയോസിൽ ഫുള്ള് പെണ്ണുങ്ങളാണ് കമന്റ് ചെയ്യണത്. ഞമ്മക്ക് ഞങ്ങളിപ്പം
നമുക്ക് ആദ്യം പോയിട്ട് നമ്മളെ പരിപാടികളൊക്കെ തീർത്തിട്ട് നമുക്ക് ഇൻഷാല്ലാ സെറ്റ് ആക്കാം. ഓക്കെ. അപ്പൊ ഗൈസ് ഇതപ്പോ ഞങ്ങൾ ഇപ്പച്ചിന്റെ ആ ഷോപ്പൊക്കെ പോയോണ്ട് നിൽക്കണേ ഞാൻ പറയട്ടെ. സാജിനെ ഫസ്റ്റ് വിളിക്കണം. എന്നിട്ട് ഞങ്ങള് ഷോപ്പൊക്കെ പോയാണ്ട് അവിടെ ഗ്രാൻഡ് ഓപ്പണിങ് ഇപ്പച്ചി മറ്റേ റെഡ് എന്താണ് ആ റെഡ് എന്തോ വള്ളി അങ്ങോട്ട് കട്ട് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ആ ഷോപ്പ് അങ്ങോട്ട് ഓപ്പൺ ആക്കിയാണ്ടുണ്ടല്ലോ എല്ലാവരും അപ്പം ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് ആ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇപ്പച്ചിന്റെ അല്ല ഇപ്പച്ചിയാണ് ഷോപ്പിന്റെ ഓണർ. നമ്മളെല്ലാരും ഒരുമിച്ച് കട്ടി നമ്മളെല്ലാരും ഒരുമിച്ച് കട്ടി എല്ലാരും കൈ ഒരുമിച്ച് പിടിച്ചാണ്ട് കൊറേ ആൾക്കാരുണ്ട് അവിടെ. ഇപ്പച്ചിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇപ്പച്ചി എങ്ങനെ ഫോൺ കാണാൻ അതിനോ നമുക്ക് ഇപ്പച്ചിനെ കെട്ടിക്കണ്ടേ? എന്തേ അല്ല എന്തേ ഇപ്പച്ചിട്ട് കെട്ടിക്കാത്ത? ഇപ്പച്ചി പാവാണല്ലേ, എല്ലാവർക്കും കെട്ടിക്കണല്ലോ അല്ലേ? വേണ്ട കെട്ടിക്കണ്ടേ? തോന്നുന്നു ഇപ്പച്ചി കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണോ? വേണ്ടേ? ഞാൻ കെട്ടിക്കട്ടെ? നീ കെട്ടണോ? അല്ല ഞങ്ങളെ കെട്ടിപ്പിക്കട്ടെ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. കെട്ടിപ്പിക്കണോ? ആരാണ് ആ പെണ്ണ്? നിങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിപ്പോവും. ഞാൻ പിന്നെ അപ്പൊ മൂഞ്ചിക്ക് പോവും. അത് വേണം ഉണ്ടായിട്ടല്ല. പാത്രം കഴിക്കണം. പണിയെടുക്കണം. വേണ്ട ആർക്ക് പോയി? ഞാൻ ഉണ്ടാക്കി തരുന്ന കരിഞ്ഞ ആഫ്രിക്കൻ ചപ്പാത്തി ആഫ്രിക്കൻ ദോശ തിന്ന് ജീവിച്ചോളി. ഇവിടെ മാറടാ അവിടുന്ന്. ആഫ്രിക്ക ബിരിയാണി, ആഫ്രിക്ക ചപ്പാത്തി, ചപ്പാത്തി. ഇപ്പൊ അയക്കൂടല്ലേ ആ സൈഡിൽ കൂടെയാണ്. നല്ല അടിപൊളി സ്ഥലം. നമുക്ക് ഇവിടെ റൂം എടുക്കണം. ലബൂബില്ല അവിടെ ഉണ്ട്. ലബു പഠിക്കാൻ പാടില്ല. ലബു പ്രേതാണ്. ചൈന സ്ഥലത്താണ് എനിക്ക് നല്ല ഹാപ്പിയാണ്. ഒന്ന് പഠിക്കാം. ഇതാണ് ചെമ്പത്തി വെള്ളം. അങ്ങോട്ടൊക്കെ പാർക്ക്. അങ്ങോട്ട് പോടാ. 3, 2, 1 ആരാ ഫസ്റ്റ് എത്തണോ നോക്കാം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ സാജിദ് ഉള്ളത് ഇതിന്റെ മേലത്തെ ഹോട്ടലിലാണ്. നമുക്ക് പോയാണ് കാണിച്ചു തരാം. ഏത് ഇല്ല കെടുക്കാം. അപ്പൊ നമുക്ക് ഇന്നെ കൊന്നു കിട്ടും. എടുത്തരാ നമുക്ക് സാജിദിനെ കാണണ്ടേ? സാജിനെ കാണണ്ടേ? ഇത് തിന്നിട്ട് നമുക്ക് എങ്ങനെ സാജിനെ കാണാൻ പറ്റിയ? നമുക്ക് ഇത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാജിദാനെയും കൊണ്ടാണ് എന്ത് ചെയ്യാ ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് You looks like a tough guy. ഞാൻ പുഷ് അപ്പ്. He is also ഞാൻ പുഷ് അപ്പ്. If you will so tiền sama dia dia mang buku lama dia. बैट लगी सी मैं 30 यार वो टाइम नहीं गल्ला होनी है और राशिद भाई ऐसी भी कैसे Yuma, right? No, yeah, I like. Okay. All right then. Okay. But you every time take video. Wow, amazing.
Good.